എല്ലാവർക്കും ഭൂലോകം ടിവിയിലേക്ക് സുസ്വാഗതം. തമിഴ് വർഷത്തിലെ പൈങ്കുനി മാസം എന്നാൽ മലയാള വർഷത്തിലെ മീനമാസമാണ്. മീനമാസത്തിൽ രോഹിണി നക്ഷത്ര ദിവസം കൊടികയറി സുന്ദരവിലാസം കൊട്ടാരത്തിൽ വച്ച് മഹാരാജാവ് പള്ളിവേട്ട നിർവഹിച്ച് അത്തം നക്ഷത്ര ദിവസം ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ടോടുകൂടി സമാപിക്കുന്ന 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് പൈങ്കുനി ഉത്സവം എന്ന പേര് വന്നത് അങ്ങനെയാണ്. ഉത്സവത്തിന് രാജകുടുംബത്തിൻ്റെ ആജ്ഞ കിട്ടുമ്പോഴാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. മണ്ണുനീരുകോരൽ, മുളപൂജ, കലശം തുടങ്ങിയ കർമ്മങ്ങൾ അതിനുശേഷം നടക്കും. രോഹിണി നാളിൽ ശ്രീ പത്മനാഭസ്വാമിയുടെയും തിരുവമ്പാടി കൃഷ്ണൻ്റെയും കൊടിമരങ്ങളിൽ കൊടികയറുന്നു. ഉത്സവ ദിവസങ്ങളിൽ വിശേഷാൽ പൂജകളും കലാപരിപാടികളും ഉണ്ടാകും. കൂടാതെ 2 നേരവും വിശേഷാൽ ശീവേലികളും ഉണ്ടാകും. എന്നാൽ കൊടിയേറ്റ ദിവസം ഒരു നേരം മാത്രമേ ശീവേലി ഉണ്ടാകാറുള്ളൂ, രാത്രി. ആനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലത്തൊരിക്കൽ ഉത്സവത്തിനിടയിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ഒരു ആന ഇടയുകയുണ്ടായതിനെ തുടർന്ന് ആന എഴുന്നള്ളിപ്പ് നിർത്തിവച്ചു. പകരം പൂജാരിമാർ വാഹനങ്ങളിലിരുത്തി ഭഗവാനെ കൊണ്ടുപോകുന്ന സമ്പ്രദായം വന്നു. 6 തരം വാഹനങ്ങളുണ്ട്. അവ സിംഹാസനം, അനന്തൻ, കമലം, പല്ലക്ക്, ഗരുഡൻ, ഇന്ദ്രൻ എന്നിവയാണ്. ഇവയിൽ പല്ലക്ക്, ഗരുഡൻ എന്നിവ മാത്രം യഥാക്രമം 2, 4 എന്നീ പ്രാവശ്യം നടത്തുന്നു. ഏറ്റവും പ്രിയപ്പെട്ട വാഹനം ഗരുഡ വാഹനമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആദ്യ ദിവസം സിംഹാസനം, 2-ാം ദിവസം അനന്തൻ, 3-ാം ദിവസം കമലം, 4-ാമത്തെയും 7-ാമത്തെയും ദിവസങ്ങളിൽ പല്ലക്ക്, 6-ാം ദിവസം ഇന്ദ്രൻ, മറ്റു ദിവസങ്ങളിൽ ഗരുഡൻ. ഇങ്ങനെയാണ് എഴുന്നള്ളിപ്പ്. പത്മനാഭസ്വാമിയുടേത് സ്വർണ്ണവാഹനവും നരസിംഹമൂർത്തി, ശ്രീകൃഷ്ണൻ എന്നിവരുടേത് വെള്ളി വാഹനവുമാണ്. 8-ാം ദിവസം രാത്രി ശിവേലി സമയത്ത് ക്ഷേത്രത്തിലെ പുഷ്പാഞ്ജലി സ്വാമിയാർ ഭഗവാന് കാണിക്ക സമർപ്പിക്കുന്നു. പിന്നീട് വലിയ തമ്പുരാനും കാണിക്ക സമർപ്പിക്കുന്നു. തുടർന്ന് ഭക്തർ ഒന്നായി കാണിക്ക സമർപ്പിക്കുന്നു. ഇതാണ് ക്ഷേത്രത്തിലെ വലിയ കാണിക്ക. 9-ാം ദിവസമാണ് പള്ളിവേട്ട. രാജകീയമായ ഒരു നായാട്ടായി ഇത് കണക്കാക്കപ്പെടുന്നു. താൽക്കാലികമായി നിർമ്മിച്ച ഒരു കിടങ്ങിൽ ഒരു തേങ്ങ വെച്ചിട്ടുണ്ടാകും. ഭഗവാന്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്ന മഹാരാജാവ് അത് അമ്പെയ്ത് തകർക്കുന്നു. സകല തിന്മകളുടെയും മേലുള്ള വിജയമാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. 10-ാം ദിവസമാണ് ആറാട്ട്. ക്ഷേത്രത്തിൽ 2 പ്രദക്ഷിണം വച്ച ശേഷം വാഹനങ്ങൾ പടിഞ്ഞാറേ നടയിലൂടെ പുറത്തിറങ്ങുന്നു. വലിയ തമ്പുരാനും രാജകുടുംബത്തിലെ മറ്റു പുരുഷന്മാരും വാളും പരിചയം ധരിച്ചുകൊണ്ട് ഭഗവാന് അകമ്പടി സേവിച്ചിട്ടുണ്ടാകും. പടിഞ്ഞാറേ നട വഴി എഴുന്നള്ളിപ്പിറങ്ങുമ്പോൾ 1001 കതിനവെടി മുഴങ്ങുന്നുണ്ടാകും. വാദ്യമേളങ്ങളും കലാപരിപാടികളും കൊണ്ട് സമ്പന്നമായ എഴുന്നള്ളിപ്പ് ശംഖുമുഖം കടപ്പുറത്തെത്താൻ വളരെ നേരമെടുക്കും. ഈ എഴുന്നള്ളിപ്പ് രാജഭരണത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്നു. കടപ്പുറത്തെത്തിച്ചു കഴിഞ്ഞാൽ താന്ത്രിക വിധി അനുസരിച്ച് വിഗ്രഹങ്ങൾ ഇറക്കി വെച്ച് പൂജകൾ നടത്തുന്നു. പിന്നീട് തന്ത്രി, മേൽശാന്തി, കീഴ്ശാന്തി തുടങ്ങിയവരും രാജകുടുംബാംഗങ്ങളും 3 പ്രാവശ്യം കടലിൽ മുങ്ങുന്നു. പിന്നീട് ശരീരം വൃത്തിയാക്കിയ ശേഷം തിരിച്ചെഴുന്നള്ളുന്നു. തിരിച്ചെഴുന്നള്ളുന്നതിനും വളരെ നേരമെടുക്കും. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ കടക്കുമ്പോഴും 1001 കതിനവെടി മുഴങ്ങുന്നുണ്ടാവും. തുടർന്ന് കൊടിയിറക്കാം. തിരുവനന്തപുരം നഗരത്തിലെ സർക്കാർ ഓഫീസുകൾക്ക് അന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശേഷം അവധിയായിരിക്കും. ഉത്സവ ദിവസങ്ങളിൽ പഞ്ചപാണ്ഡവരുടെ പടുകൂറ്റൻ വിഗ്രഹങ്ങൾ കിഴക്കേക്കോട്ട വാതിലിനോട് ചേർന്ന് പ്രതിഷ്ഠിക്കാറുണ്ട്. പടിഞ്ഞാറ് ദർശനമായി, അതായത് ഭഗവാന് അഭിമുഖമായാണ് ഈ പ്രതിഷ്ഠകൾ. ഇനിയാണ് കാര്യം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന ഈ ആറാട്ടിനെ തുടർന്ന് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം മണിക്കൂറുകളോളം പ്രവർത്തനരഹിതമാകുന്നത് എന്തുകൊണ്ട്? ഒരുപക്ഷെ ലോകത്തിൽ തന്നെ വിമാനത്താവളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടാകില്ല. അത് നമ്മുടെ തലസ്ഥാനത്ത് മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആറാട്ടിനും എയർപോർട്ടിനും തമ്മിൽ എന്താണ് ബന്ധം? ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്ക് ചിലർക്കെങ്കിലും ഇത് അറിയാൻ സാധ്യതയില്ല. എന്തുകൊണ്ടാണ് ഇത്ര സുരക്ഷാ മുൻകരുതലുകളുള്ള, അതും അനവധി അന്താരാഷ്ട്ര വിമാനങ്ങൾ, ആഭ്യന്തരവും അന്താരാഷ്ട്രവുമായ പല വിമാനങ്ങൾ ഇറങ്ങുകയും പൊങ്ങുകയുമൊക്കെ ചെയ്യുന്ന വളരെ സീരിയസ് ആയ ഒരു സ്ഥാപനം എന്തുകൊണ്ടാണ് ഒരു ക്ഷേത്രത്തിലെ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു നിശ്ചിത സമയം അതിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച് അടച്ചിടുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ കാരണം ഇതാണ്. പടിഞ്ഞാറേക്കോട്ട കടന്ന് വള്ളക്കടവ് വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിലൂടെയാണ് ആറാട്ട് എഴുന്നള്ളിപ്പ് പോകുന്നതും മടങ്ങുന്നതും. ഇതിനായാണ് വർഷത്തിൽ 2 ദിവസം വിമാനത്താവളം 5 മണിക്കൂർ അടച്ചിടുന്നത്. പടിഞ്ഞാറേ നടയിൽ നിന്ന് വൈകിട്ട് 5-ന് പുറപ്പെടുന്ന എഴുന്നള്ളിപ്പ് സൂര്യാസ്തമയ സമയത്ത് ശംഖുമുഖത്തെത്തും. തുടർന്ന് ചന്ദ്രോദയത്തിലാണ് ആറാട്ട്.
ആറാട്ടിനായി ശംഖുമുഖം ബീച്ചിലെത്താൻ വിമാനത്താവള പാതയിലൂടെ ഘോഷയാത്ര നടത്തുന്ന രീതി നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആരംഭിച്ചിരുന്നു. 1932 വിമാനത്താവളം സ്ഥാപിതമായതിനു ശേഷവും ഈ ആചാരം തുടരുന്നു. ഇത് പ്രദേശത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും കേടുകൂടാതെ ഇരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നു എന്ന് വിമാനത്താവളം പ്രസ്താവിക്കുന്നു. അദാനി ഗ്രൂപ്പ് അതോറിറ്റി ഏറ്റെടുത്തപ്പോഴും ഈ ചടങ്ങിന് ഭംഗമൊന്നും വരുത്തിയിട്ടില്ല. വള്ളക്കടവിൽ നിന്നും വിമാനത്താവളത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്ന എഴുന്നള്ളത്ത് ശംഖുമുഖം ദേവീക്ഷേത്രത്തിന് സമീപത്തെ പാർക്കിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. വിമാനത്താവളത്തിനുള്ളിലെ യാത്രാവഴിയിൽ ആചാരപൂജയ്ക്കായി ഒരു 16 കാൽമണ്ഡപം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ വിഗ്രഹങ്ങളെ പൂജയ്ക്കായി നിർത്തിവെക്കും. തെങ്ങോല കണ്ട് നെയ്ത വല്ലത്തിൽ കരിക്കും പഴങ്ങളുമാണ് നിവേദിക്കുന്നത്. ശംഖുമുഖം കടപ്പുറത്തും സമാനമായ 16 കൽമണ്ഡപം വിഗ്രഹങ്ങളുടെ ഇറക്കി പൂജയ്ക്കായി നിർമ്മിച്ചിട്ടുണ്ട്. ആറാട്ടിനും മറ്റു പൂജകൾക്കും ശേഷം കവടിയാർ കൊട്ടാരം പ്രതിനിധിയായ ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മയ്ക്ക് തന്ത്രി പ്രസാദം നൽകും. തുടർന്ന് മടക്കയാത്രയും വിമാനത്താവളത്തിൻ്റെ ഉള്ളിലൂടെയാണ്. ഇത് കാലങ്ങളായി സംഭവിക്കുന്ന ഒരു നടപടിക്രമമായതുകൊണ്ടാണ് തിരുവനന്തപുരം വിമാനത്താവളം ഒരു നിശ്ചിത സമയത്തേക്ക് അടച്ചിടുന്നത്. വർഷത്തിൽ 2 തവണയാണ് ആറാട്ട്. അത് പൈങ്കുനി മഹോത്സവവും അൽപ്പശി മഹോത്സവവും. അങ്ങനെ 2 ആറാട്ടാണ് ഒരു വർഷം നടക്കുന്നത്. അൽപ്പശി ആറാട്ടിനും മേൽ പറഞ്ഞ പോലെ തിരുവനന്തപുരം എയർപോർട്ട് ഒരു നിശ്ചിത സമയത്തേക്ക് അടച്ചിടാറുണ്ട്. അൽപ്പശി ഉത്സവം എന്നാൽ തമിഴ് വർഷത്തിലെ അൽപ്പശി അഥവാ ഐപ്പശി, എന്നാൽ മലയാള വർഷത്തിലെ അത് തുലാമാസമാണ്. മീനമാസത്തിലെ ഉത്സവത്തിനുള്ള എല്ലാ ചടങ്ങുകളും തുലാമാസത്തിലെ ഉത്സവത്തിനും ആവർത്തിക്കുന്നു. നക്ഷത്രത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസം. തുലാമാസത്തിൽ അത്തം കൊടികയറി തിരുവോണം ആറാട്ടായാണ് ഉത്സവം.